നമസ്കാരം. അപ്പോൾ ഒരുമ്പെട്ടവൻ തീർച്ചയായിട്ടും ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂ നമുക്ക് കണ്ടതിന് ശേഷം വീണ്ടും തിരികെ വരാം. ഒരുമ്പെട്ടോന്ന് തന്നെ ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് പടത്തിന് കയറിയതാ. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് കയറിയ ഒരു പ്രേക്ഷകനാണത്. പക്ഷെ പടം തുടങ്ങി കഴിഞ്ഞപ്പോ പടം സാധാരണക്കാരുടെ പടം, അതായത് നമ്മളെ ചുറ്റുപാടുകൾ നമ്മൾ കാണുന്ന ഈ ചപ്പും ചവറൊക്കെ പറക്കാൻ നടക്കുന്ന ആൾക്കാരുടെ കഥയിൽ തുടങ്ങിയിട്ട് പിന്നെ കഥ പോയത് ഏതെല്ലാം വഴിയിലൂടെയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കഥ പോകുന്നത്. ആഹാ, അപ്പൊ ഒരു വേറെ റേഞ്ചാണ് ഇത്. അതിനകത്ത് അതിന്റെ ഡയറക്ഷൻ നന്നായിട്ട്, കഥ കൊള്ളാം. അതോടൊപ്പം തന്നെ ഒരുപാട് പേർക്ക് പുതുമുഖങ്ങൾക്ക് എല്ലാം അവസരം കൊടുത്തിട്ടുണ്ട്. സൗമ്യ എന്ന് പറയുന്ന റീൽസിലൊക്കെ ചെയ്ത ആ കുട്ടിയൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു പുതിയ പെൺകുട്ടി ഇതിനകത്ത് വന്നിട്ടുണ്ട്, പക്ഷേ അവൾ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയത്തൊക്കെ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചത് നമ്മുടെ ജാഫർ ഇടുക്കി. അപ്പൊ നമ്മുടെ ജാഫർ ഇടുക്കി വളരെയധികം മൂല്യതയുള്ള ഒരു കഥാപാത്രത്തെയാണ് ഈ ഒരു ചിത്രത്തിൽ എന്നാണ് ഈ ഒരു പ്രേക്ഷകൻ പറയുന്നത്. വീട്ടിലേക്ക് ഭാര്യയായിട്ട് വീട്ടിലേക്ക് പോകണം. എന്തു ചോദ്യോടെ ചോദിക്കണത്? ഒരു മര്യാദ ഇല്ലേ? ഭാര്യയായിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണമ്മ, പിന്നെ അദ്ദേഹം എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇതെങ്ങോട്ട് പോരാ, ഇതിപ്പോ നേരെ വീട് വീട്ടിൽ പോയിട്ട് നാളെ വന്നാൽ മതി. ഇന്ന് അമ്മയുടെ പരിപാടി ഉണ്ട്, അമ്മയുടെ ഫാമിലി മീറ്റ്. അത് ചോദിക്കാം, ഭാര്യയായിട്ട് ഇനി വീട്ടിലേക്കാണോ? അമ്മയുടെ കുടുംബസംഘം. അമ്മയുടെ കുടുംബസംഘം. നിങ്ങൾ പുറകോട്ട് പോകാൻ പഠിക്കണം, നിങ്ങൾ പുറകോട്ട് പോകാൻ പഠിക്കണം. അങ്ങനെ ഓക്കെ അല്ലേ? ഇപ്പോഴാണ് ശരിക്കും ഒരു പെട്ടവനാത് ശരിക്കും പെട്ടുപോയി ജാഫർ ഇടുക്കിയുടെ. അതെ, എല്ലാരും ഇവിടെ നിന്നെങ്ങനെ മറക്കണേ? ഇന്ദ്രൻസ് ചേട്ടൻ, ഇവരൊക്കെ ഭയങ്കരമായ പ്രകടനമാണ്. നമ്മളെ മനസ്സിനെ പലപ്പോഴും വേദനിപ്പിക്കുന്ന രീതിയിൽ ഉള്ള പ്രകടനമാണ് അവർ കാഴ്ചവെന്നത്. സുധീഷ് വളരെ കുറച്ചുള്ളെങ്കിലും നമ്മളെ മനസ്സിൽ നിന്ന് ഒരു വിങ്ങലായിട്ട് മാറും. സുധീഷ് വളരെ കുറച്ച് നേരത്തുള്ളൂ, പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ആ മുഖം ഇങ്ങനെ കിടക്കും. ഏതായാലും പടം ഒരു നല്ല പടമാണ്. കാരണം വെച്ചാൽ ഫാമിലിയൊക്കെ ആയിട്ട് കാണാവുന്ന ഇന്ന് കേരള മനസാക്ഷിയെ നെട്ടിച്ച ഒരു സംഭവത്തിന്റെ ആവിഷ്കാരം കൂടിയാണ് ഈ പടം. പ്രേക്ഷകൻ ഗംഭീരമായിട്ട് ആ ഒരു ചിത്രത്തെ മനസ്സിലേക്ക് ആവാഹിച്ചേക്കണം. കാരണം അദ്ദേഹം വളരെ വ്യക്തമായ അക്ഷരസ്ഫുടതയോട് കൂടിയിട്ടാണ് ഈ ഒരു